ഓണർ റിലീസുകളായിട്ട് എത്താൻ പോകുന്ന പ്രധാന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കനും കൂടെ ഇനേബിൾ ചെയ്തേക്കും. താങ്ക് യു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ സിനിമ തമിഴിൽ നിന്ന് മകുടം. വിശാൽ സംവിധാനം ചെയ്ത് വിശാൽ തന്നെ നായകനാകുന്ന സിനിമയാണ്. വിശാലിനെ കൂടാതെ തുഷാര വിജയൻ, അഞ്ജലി, ജോൺ വിജയ് എന്നിവർ ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി പ്രകാശാണ്. ഓഗസ്റ്റ് 14 ഈ പടം റിലീസ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല. കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു മാർക്ക് ആൻ്റണി വൈബാണ് കിട്ടിയത്. വിശാലിൻ്റെ സൗണ്ട് മോഡുലേഷനും കാര്യങ്ങളെല്ലാം മാർക്ക് ആൻ്റണി സെയിം ആയിട്ടാണ് തോന്നിയത്. ബാക്കി പടം ഇറങ്ങിയിട്ട് നോക്കാം. അടുത്തത് ഒരു തമിഴ് സിനിമ തന്നെയാണ്. സൂര്യയുടെ വിശ്വനാഥൻ സൺസ്. വെങ്കി അഡ്ലൂരി സംവിധാനം ചെയ്യുന്ന ഈ പടത്തിൽ സൂര്യയെ കൂടാതെ മമിത, രാധിക ശരത് കുമാർ, യോഗി ബാബു എന്നിവരുണ്ട്. വെങ്കി അഡ്ലിയൂരിയുടെ ലാസ്റ്റ് പടം എന്ന് പറയുന്നത് ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു പ്രതീക്ഷയുണ്ട്. ഇത് റിലീസാകുന്നത് ഓഗസ്റ്റ് 14 അടുത്ത ഒരു മലയാള സിനിമയാണ് പൃഥ്വിരാജിൻ്റെ ഖലീഫ. ഇതിൻ്റെ ഡയറക്ടർ വൈശാഖാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബിനു എബ്രഹാം, സുരാജ് കുമാറുമാണ്. ഇതിൽ വന്നിരിക്കുന്നത് പൃഥ്വിരാജിനെ കൂടാതെ മോഹൻലാൽ, ഇന്ദ്രൻസ്, ഷമ്മി തിലക്, അങ്ങനെ കുറച്ച് മെയിൻ കാസ്റ്റായിട്ടുള്ള കുറച്ച് പേരുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയാണ്. ഇതിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇതിലെ മ്യൂസിക്കൊക്കെ കേട്ടിട്ട് കൊള്ളാം. അതിൻ്റെ ആ ഗ്ലിംസൊക്കെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. പിന്നെ മോഹൻലാൽ ക്യാമിയ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ വലിയ പ്രതീക്ഷയില്ല. ഒരു ആവറേജ്. ഖലീഫ റിലീസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 20 അടുത്തത് ന്യൂംപോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ്. പ്രതിച്ഛായയ്ക്ക് ശേഷം ന്യൂംപോളി ചെയ്യുന്ന അടുത്ത സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഏടിയാണ്. ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഭാവന സ്റ്റുഡിയോസാണ്. ന്യൂംപോളിയെ കൂടാതെ മമിത ബൈജു, സംഗീത് പ്രതാപ് എല്ലാം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗിരീഷ് ഏടി, ഭാവന സ്റ്റുഡിയോസ് ഇതിലെ രണ്ടിലുമാണ് പ്രതീക്ഷ. ഒരു ഫീൽ ഗുഡ് ഫിലിമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ റിലീസായ പാട്ടും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നല്ലൊരു ഫീൽ ഗുഡ് ഫിലിമായിരിക്കുമെന്ന് തോന്നുന്നു. ഓഗസ്റ്റ് 21 ഇത് റിലീസ് ചെയ്യുന്നത്. അടുത്തത് യാഷിൻ്റെ ടോക്സിക്കാണ്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ടോക്സിക് തിയേറ്ററിലെത്തുന്നത്. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗീതു മോഹൻദാസാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ KVN പ്രൊഡക്ഷനാണ്. യാഷിനെ കൂടാതെ നയൻതാര, കിയാര അദ്വാനി, സുദേവ് നായരൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളുണ്ടാക്കിയ സിനിമയാണ് ഇത്. ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ഓരോ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചാൽ KGFന് ശേഷം യാഷ് ചെയ്യുന്ന പടം എന്നതൊരു പ്രതീക്ഷയാണ്. പക്ഷേ ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് പറ്റിയ അവസ്ഥയാകുമോ എന്നൊരു സംശയമുണ്ട്. ഓഗസ്റ്റ് 26 സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരു സിനിമ കൂടെ ഉണ്ട്. അത് ഓണർ റിലീസാവേണ്ടതായിരുന്നു. പക്ഷേ അത് സെപ്റ്റംബർ 3 പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഐ ആം ഗെയിം. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം DQൻ്റെ മലയാളം പടം. ലോകയിൽ ചെറിയൊരു ക്യാമിയോ ഉണ്ടായിരുന്നെങ്കിലും ലീഡ് റോളിൽ അഭിനയിക്കുന്ന പടം ഇതാണ് ഐ ആം ഗെയിം. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നഹാസ് ഹിദായത്താണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് DQൻ്റെ തന്നെ വേഫർ ഫിലിംസാണ്. ദുൽഖറിനെ കൂടാതെ വിനയ് ഫോർട്ട്, കയാഡു ലോഹർ, കദീർ, മിഷ്കിൻ തുടങ്ങിയവർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ്. ട്രെയിലർ കണ്ടിട്ട് വലിയ പ്രതീക്ഷയൊന്നും തോന്നിയിട്ടില്ല. ആകെയുള്ള ഒരു പ്രതീക്ഷ RDXൻ്റെ ഡയറക്ടറാണെന്നുള്ളതാണ്. എന്തായാലും നോക്കാം. ഇതിൽ തികച്ച് എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്നും കമൻറ്റ് ചെയ്യുക.